20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്, സാഹിത്യത്തിലാണെങ്കിൽ അത് ആധുനികതയാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, ചിത്രകലയിലും സംഗീതത്തിലുമൊക്കെ ഈ ആധുനികത എന്ന പ്രസ്ഥാനം ഉണ്ടായി. ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും സമ്പൂർണ്ണമായി പ്രതിഫലിച്ച ഒരൊറ്റ ചിത്രം പറയൂ എന്ന് പറഞ്ഞാൽ അതിനാർക്കും പെട്ടെന്ന് പറയാവുന്ന ഉത്തരം പിക്കാസോയുടെ ഗൂർണിക്ക എന്നാണ്. സ്പെയിനിലെ ഗൂർണിക്ക എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ബോംബാക്രമണത്തിൻ്റെ ചിത്രീകരണമാണ് പിക്കാസോ ആ ചിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ക്യൂബിക് സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആധുനിക കാലത്തുണ്ടായ ഏറ്റവും നല്ല കവിത ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാവുന്ന ഉത്തരം ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് അതിശക്തമായൊരു കവിതയാണ് എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടാവില്ല. തരിശുഭൂമി എന്ന രീതിയിൽ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ അയ്യപ്പ പണിക്കർ. ആ കവിതയുടെ അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദത്ത ദയധ്വം ദമ്യത ശാന്തി 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 എന്നാണ്. അത്ഭുതം തോന്നും, കാരണം ഒരു ഇംഗ്ലീഷ് കവിത അവസാനിക്കുന്നത് ബൃഹദാരണ്യകോപനിഷത്തിലെ ദത്താദയധ്വം ദമ്യത ശാന്തി 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 എന്ന വരികളോടെയാണ് എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഒന്നാലോചിച്ചാൽ അതിൽ അത്ര അത്ഭുതം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടി.എസ്. എലിയറ്റ് എന്ന കവി വലിയ സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം സംസ്കൃതവും ഭാരതീയ ചിന്തകളും പഠിച്ചിട്ടുണ്ട്. പതഞ്ജലിയുടെ യോഗസൂത്രം, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, അങ്ങനെ പലതും. ടി.എസ്. എലിയറ്റ് മാത്രമല്ല, അക്കാലത്തെ പ്രധാനപ്പെട്ട വലിയ പണ്ഡിതന്മാരെല്ലാം തന്നെ സംസ്കൃത ഭാഷയോട് വലിയ ആരാധനയുള്ളവരായിരുന്നു. ഇഷ്ടംപോലെ ഉദാഹരണം പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഫെർഡിനൻഡ് സസോർ, ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ഫെർഡിനൻഡ് സസോർ, അദ്ദേഹത്തിൻ്റെ PhD തീസീസ് എന്ന് പറയുന്നത് സംസ്കൃത വ്യാകരണത്തെക്കുറിച്ചായിരുന്നു. അത് പലരും പറഞ്ഞിട്ടില്ല. സംസ്കൃത വ്യാകരണത്തിലാണ് ഫെർഡിനൻഡ് സസോർ എന്ന പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്രജ്ഞൻ PhD എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് വിറ്റ്നി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹമാണ് അഥർവവേദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വിറ്റ്നി. വേറെയുമുണ്ട് റാൽഫ് വാൽഡോ എമേഴ്സൺ എന്ന അമേരിക്കൻ ഫിലോസഫർ. അദ്ദേഹവും അതേ തൻ്റെ പഠനത്തിൻ്റെ വലിയൊരു ഭാഗം ചിലവാക്കിയത് ഭാരതീയ ദർശനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹെൻറി തോറോ മറ്റൊരാൾ, അദ്ദേഹവും ഇതുപോലെ ഭാരതീയ ദർശനത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു. ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും അതുപോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലുമായി നിരവധി പാശ്ചാത്യ പണ്ഡിതന്മാർ സംസ്കൃത ഭാഷയും അതുപോലെ ഭാരതീയ ദർശനങ്ങളും വളരെ ആഴത്തിൽ തന്നെ പഠിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ പഠനത്തിന് സൗകര്യം ചെയ്യാൻ വേണ്ടി യൂറോപ്പിലും അമേരിക്കയിലും മിക്കവാറും എല്ലാ സർവകലാശാലകളിലും സംസ്കൃതം ഒരു പ്രത്യേക ഐച്ഛിക വിഷയമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നമുക്കിനി വേസ്റ്റ് ലാൻഡിലേക്ക് കടക്കാം. വേസ്റ്റ് ലാൻഡിന് 434 വരികളാണ് ഉള്ളത്. അതിന് 5 ഭാഗങ്ങളുണ്ട്. ബറിയൽ ഓഫ് ദ ഡെഡ്, എ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ ആൻഡ് വാട്ട് ദ തണ്ടർ സെറ്റ്. ഇങ്ങനെ 5 ഭാഗങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, വിഷയ താല്പര്യം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ ലോകത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും ടി.എസ്. എലിയറ്റിനെ കാണാൻ പറ്റിയത് ഒരു തരത്തിലുള്ള ആത്മീയ ഉന്നതിയുമില്ലാതെ തീർത്തും സുഖലോലുപതയിൽ മതിച്ചു നടക്കുന്ന ജനക്കൂട്ടം. അവർക്കൊരിക്കലും തന്നെ പുതിയൊരു തരത്തിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല. അങ്ങനെ നാശോന്മുഖമായി കിടക്കുന്ന നാഗരികതകൾ, ഇതിനെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അതിനൊരു ആത്മീയമായ പുനർസൃഷ്ടി നടത്താൻ സാധിക്കും എന്ന ചിന്തയാണ് വാസ്തവത്തിൽ ടി.എസ്. എലിയറ്റ് ആ ഒരു കവിതയിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യത്തിന് വേണ്ടി ആ കവിതയിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു. ആ കഥാപാത്രത്തിൻ്റെ പേര് ടൈറീസിയാസ് എന്നാണ്. ടൈറീസിയാസ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. അത് ആധുനിക ലോകം മാത്രമല്ല, ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പല പ്രാചീന മതങ്ങളെയും കാണുന്നു. ക്രിസ്ത്യാനിറ്റിയുണ്ട്, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് മതങ്ങൾ, അതുപോലെ ഈജിപ്ഷ്യൻ മതങ്ങൾ, ഇങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞു നടക്കുകയാണ് ശാന്തി എങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ ടൈറീസിയാസിന് ലോകം മുഴുവൻ കാണുന്നത് എല്ലാ മതങ്ങളിലും അദ്ദേഹം ഒരു കാര്യം ദർശിച്ചു: ആത്മപീഡാനുഭവത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്ഫുടം ചെയ്ത ആത്മാക്കളായി മാറി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാലേ നമുക്ക് എന്തെങ്കിലും മോചനം ഈ ലോകത്തിലുണ്ടാകൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സുഖലോലുപതയിൽ മുഴുകി ഒരുതരം തമസ്സാർന്ന ജീവിതത്തിൽ നേരം കളഞ്ഞ് നമ്മൾ നശിക്കുകയാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാ മതങ്ങളിലും ഇതുതന്നെ ഒരേ സന്ദേശം അദ്ദേഹം കേൾക്കുന്നു. അങ്ങനെ ആ ടൈറീസിയാസ് അവസാനം ഇന്ത്യയിലേക്കും എത്തുന്നു.
ഗംഗാതീരത്ത് മഴ പെയ്തിട്ടില്ല, പക്ഷേ മഴ പെയ്യാൻ പോകുകയാണ്. മഴ പെയ്യാൻ പോകുന്ന അവസരത്തിൽ ആ ഗംഗാതീരം കാർമേഘങ്ങളാൽ മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദ എൻറ്റയർ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാർമേഘങ്ങളെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് കാർമേഘങ്ങളിൽ നിന്ന് ഇടിനാദമുണ്ടാകുന്നു. ദ എന്നൊരു ശബ്ദം. ആ ദ എന്ന ശബ്ദം അദ്ദേഹത്തിന് തൈറീസിയാസിന് മനസ്സിലാവുന്നു, ഇത് പണ്ടെങ്ങോ കേട്ട ഒരു ശബ്ദമാണ്. ഇത് ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്ന് കിട്ടിയ ഒരു ഭാഗമാണിത്. വാസ്തവത്തിൽ അത് എലിയറ്റിൻ്റെ സ്വന്തം ഭാഗമല്ല. ബൃഹദാരണ്യകോപനിഷത്തിൽ ഇങ്ങനെ തന്നെ ഒരു ഭാഗമുണ്ട്. അതായത് മനുഷ്യരും ദേവന്മാരും രാക്ഷസന്മാരും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, തങ്ങൾക്ക് എന്തുകൊണ്ട് മനഃശാന്തി കിട്ടുന്നില്ല, തങ്ങൾക്ക് എന്താണ് പ്രശ്നം. ആ സമയത്ത് ആകാശത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു, ദ എന്ന്. ആ ദ എന്ന ആ ഒരു ശബ്ദത്തിന് തങ്ങളുടെ ജീവിതത്തിന് മുക്തി കിട്ടാൻ വേണ്ടുന്ന ഒരു മന്ത്രമാണ് എന്ന് അവർക്ക് മനസ്സിലായി. ദേവന്മാർ ആ ദ എന്ന ആ വാക്കിനെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള മനസ്സംസ്കരണവുമില്ല. അതായത് തങ്ങൾ സുഖലോലുപതയിൽ മുഴുകി നിൽക്കുന്നു എന്നല്ലാതെ തങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്നില്ല. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അതായത് ദമം ചെയ്ത മനസ്സ് അവർക്കില്ല. ഇപ്പം ദ എന്ന് പറഞ്ഞാൽ ദമ്യത എന്നർത്ഥം. മനുഷ്യരും ഇതുപോലെ തന്നെ ചിന്തിച്ചു തുടങ്ങി. എന്താണ് ദത്ത എന്ന ഒരു വാക്കാണ് അവരുടെ മനസ്സിൽ വന്നത്. തങ്ങൾ പണം സ്വരൂപിക്കുക എന്നതല്ലാതെ തങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ധനം മറ്റുള്ളവർക്ക് കൊടുത്താൽ തന്നെ നമുക്ക് ശാന്തി കിട്ടുന്നു. ഇതും ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം രാക്ഷസന്മാരും ഇതേ ശബ്ദം തന്നെ കേൾക്കുന്നു, ദ എന്ന ശബ്ദം. അവർ അതിനെ വ്യാഖ്യാനിച്ചു ദയധ്വം എന്ന്. ദയധ്വം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദയ കാണിക്കുക. രാക്ഷസന്മാർക്ക് എല്ലാമുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവർ ഒരു കാലത്തും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടുന്നത് ദയധ്വം, മറ്റുള്ളവരോട് ദയ കാണിക്കുക. അങ്ങനെ ആ ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഇതാണ്, ദത്ത ദയധ്വം ദമ്യത ശാന്തി ശാന്തി ശാന്തി. ഇതേ വരികൾ തന്നെ, ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ടി.എസ്. എലിയറ്റ് തൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന തരിശുഭൂമി എന്ന കവിതയിൽ ചേർത്തിട്ടുള്ളത്. ദത്ത ദയധ്വം ദമ്യത ശാന്തി ശാന്തി ശാന്തി.